ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ട്രാവൽ വൈബ്സ്. പുതിയ കാഴ്ചകൾ തേടി നമ്മളെത്തിയിട്ടുള്ളത് ലോകത്തിന്റെ വന്യജീവി തലസ്ഥാനമായ കെനിയയിലാണ്. നൈറോബി എയർപോർട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് നമ്മൾ. പുറത്തിറങ്ങിയിട്ട് വേണം കെനിയ എക്സ്പ്ലോർ ചെയ്യാൻ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് മസായി മാരയിലേക്കാണ്. 6 മണിക്കൂറിലേറെ യാത്ര ചെയ്യാണ്ട് അങ്ങോട്ട് പോകുന്ന വഴി ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുള്ള ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്നൊരു പ്രദേശത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. സൗദിയിൽ നിന്ന് നൈറോബി വരെയുള്ള യാത്രയും അനുഭവങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിന്റെ ഒരു വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമന്റായി രേഖപ്പെടുത്തുക. അതറിയുമ്പോഴാണല്ലോ അടുത്ത വീഡിയോ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും വെറുതെ കാണിക്കുന്നതിന് പകരമായി ഓരോ പ്രദേശത്തെയും കുറിച്ചുള്ള ചരിത്രവും പ്രാധാന്യവും കൂടി പങ്കുവെച്ച് ഒരു ഇൻഫോർമേറ്റീവ് ട്രാവൽ വീഡിയോ ആക്കി മാറ്റാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ കെനിയയിലൂടെയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. സൗദിയിൽ നിന്ന് നീണ്ട യാത്ര കഴിഞ്ഞ് ഞാൻ അങ്ങനെ കെനിയൻ തലസ്ഥാനമായ നൈറോബിയിലെത്തിയിരിക്കുകയാണ്. എയർപോർട്ടിനകത്തുള്ള ഇമിഗ്രേഷൻ കൗണ്ടറിൽ നീണ്ട ക്യൂ ആയിരുന്നു. അവിടെ അങ്ങ് പോസ്റ്റായി ഒരുപാട് സമയം. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എയർപോർട്ടുകളുടെ കോലം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വെറുതെ നിൽക്കുകയാണല്ലോ, ഞാൻ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ട് നിന്നു. ജനലിലൂടെ നോക്കുന്ന സമയത്ത് പുറത്ത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ വരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റുന്നുണ്ട്. 1 മണിക്കൂറോളം ആ നിർത്തം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ലഗേജും കിട്ടി പുറത്തിറങ്ങിയപ്പോൾ സമയം 8:30 ആയിരുന്നു. എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ കെനിയൻ സിം കാർഡ് വാങ്ങിക്കാനുള്ളൊരു ഷോപ്പുണ്ട്. പക്ഷെ അതിന് മുൻപിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെന്ന് എൻ്റെ ടൂർ ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് സിം കാർഡ് വാങ്ങിക്കാതെ തന്നെ പുറത്തിറങ്ങി. എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ പാവൻ്റെ ഡ്രൈവർ അവിടെ എൻ്റെ പേരെഴുതിയ പേപ്പറും പിടിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഡേവിഡ് എന്നാണ് ഡ്രൈവറിൻ്റെ പേര്. 7 മണിക്ക് എത്തുന്ന ഫ്ലൈറ്റിന് പുള്ളി അവിടെ എന്നെ 6:30 മുതൽ കാത്തിരിക്കുന്നതാണ്. ഞാനാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ 8:30 നമ്മൾ നേരത്തെ എയർപോർട്ടിനകത്ത് നിൽക്കുന്ന സമയത്ത് പുറത്ത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടല്ലേ, അത് ഈ റോഡിലൂടെയാണ്. നൈറോബി ജോമോ കെനിയാത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത്. എയർപോർട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാൻ വൈകിയതോടെ പ്ലാനുകളിൽ എൻ്റെ ടൂർ ഏജൻറ്റ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. മുൻപ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 8 മണിയോടെ എനിക്ക് അവരുടെ നൈറോബിയിലെ ഓഫീസിൽ എത്തിച്ചേരാൻ കഴിയുമെന്നും അതിനുശേഷം ഒന്ന് ഫ്രഷ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് 8:30 മസായി മാരയിലേക്കുള്ള സഫാരി പുറപ്പെടാം എന്നുമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാറ്റം വരുത്തി. കാരണം ഞാൻ യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ എന്നെ കൂടാതെ 7 പേര് കൂടെ വേറെ ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ അവർ പാർക്ക് ചെയ്യുമെന്നും അപ്പോൾ എന്നെ അവരുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്താൽ മതിയെന്നും ഡ്രൈവറോട് എൻ്റെ ടൂർ ഏജൻറ്റ് ഇൻഫോം ചെയ്തു. ആ കാണുന്ന വിമാനത്തിനടുത്ത് എഴുതി വെച്ചിരിക്കുന്ന നോക്കിയേ, കരീബു കെനിയ. അത് സ്വാഹിലി ലാംഗ്വേജാണ്. ഇറ്റ് മീൻസ് വെൽക്കം ടു കെനിയ. ഡ്രൈവറോട് സംസാരിച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇവിടെ വിൻ്റർ സീസണാണ്, നല്ല തണുപ്പാണ്. ഏകദേശം 15 ഡിഗ്രി വരെയൊക്കെയാണ് ടെമ്പറേച്ചർ. രാവിലെ ആയതുകൊണ്ടായിരിക്കും റോഡുകളിലൊന്നൊട്ടും തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ നൈറോബിയിലെ സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയാണ് ഞാനിപ്പോൾ വന്നിറങ്ങിയ ജോമോ കെനിയാത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ളത്. നൈറോബിയിലെ സിറ്റി സെൻറ്ററിൻ്റെ പേര് CBD എന്നാണ്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് എന്ന പേര് ഷോർട്ട് ഫോം ആക്കിയാണ് CBD എന്ന് പറയുന്നത്. സഫാരി പോകുന്ന വാഹനത്തിലെ ഡ്രൈവറുമായി ഡേവിഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്വാഹിലി ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. കെനിയയിലെ നാഷണൽ ലാംഗ്വേജാണ് സ്വാഹിലി. സഫാരി വാഹനത്തിനടുത്തേക്ക് പെട്ടെന്ന് എത്തുന്നതിനായിട്ട് നൈറോബി എക്സ്പ്രസ് വേ വഴിയാണ് ഞങ്ങൾ പിന്നീട് യാത്ര ചെയ്തത്. ഇതിലൂടെ യാത്ര ചെയ്താൽ ട്രാഫിക് ഉണ്ടാവില്ലെന്നും പെട്ടെന്ന് നമുക്ക് സഫാരി വാഹനത്തിനടുത്തെത്താമെന്നും ഡേവിഡ് പറഞ്ഞു. ഇതിലൂടെ യാത്ര ചെയ്യാൻ നമ്മൾ പ്രത്യേകം ടോളും കൊടുക്കേണ്ടതുണ്ട്. Up to CBD. It is to avoid the traffic. Okay. Up to CBD only? Yeah. Okay. It is to reduce the congestion of the traffic. Okay. There is no metro station or metro service in Nairobi? There is, but in this expressway there is no. But under this road there is a highway. Okay. But when you opt to use this road, you must pay a toll. Yeah, there will be toll, yeah. Yeah, but the other one is a common. Without toll, yeah. Yeah, without toll. There is special station there and നൈറോബി എക്സ്പ്രസ് വേയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സിറ്റി സെൻറ്ററായ CBDയിലെയും അതുപോലെ വെസ്റ്റ് ലാൻഡിലെയും എല്ലാമുള്ള ബഹുനില കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു.
റോഡിൻ്റെ പല ഭാഗത്തും സ്പീഡ് ലിമിറ്റ് 60-80 എന്ന് എഴുതി കണ്ടു. പക്ഷേ ഡേവിഡ് പോയിക്കൊണ്ടിരുന്നത് 100-120 അതാണെങ്കിൽ ഫുൾ ഫോണും വിളിച്ച്. ഞാൻ ഡേവിഡിനോട് ചോദിച്ചു, ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒന്നുമില്ലേ, ഫോൺ വിളിച്ചാൽ പ്രശ്നമൊന്നുമില്ലേ എന്ന്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുൻപ് ആഫ്രിക്കൻ വൈൽഡ് ഡ്രൈവിംഗ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്ന് വേണമെങ്കിൽ പറയാം. So what is the road speed limit here? 120 or 1? This one. Yeah. This is 120. And there is no camera, so for camera even. No issues to use mobile phone. No issue for the over speed. Yeah, no issue for this one. Okay. സഫാരി വാഹനങ്ങളൊക്കെ ഈ റോഡിലൂടെ 150 സ്പീഡിലൊക്കെ പോകാറുണ്ട് എന്നാണ് ഡേവിഡ് പറയുന്നത്. അപ്പോൾ ഞാൻ ഡേവിഡിനോട് പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന സൗദിയിലാണ്, ഞങ്ങൾക്ക് അവിടെ ഡ്രൈവ് ചെയ്യുന്നതിന് റോഡിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ഫൈൻ മൊബൈലിലേക്ക് വരുന്ന പറഞ്ഞ സമയത്ത് അവനതൊക്കെ കൗതുകത്തോടെയാണ് കേട്ടിരുന്നത്. ഈ റോഡിന് എത്തിച്ചേരാൻ പോകുന്നത് വെസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രദേശത്തേക്കാണെന്ന് ഡേവിഡ് എന്നോട് പറഞ്ഞു. നൈറ്റ് ലൈഫും പബ്ബും കഫേകളും ഷോപ്പിങ്ങും ലക്ഷറി ഹോട്ടലുകളൊക്കെ ആയിട്ട് നൈറോബിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ് തന്നെയാണ് വെസ്റ്റ് ലാൻഡ്. നൈറോബിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വെസ്റ്റ് ലാൻഡ് കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. താരതമ്യേന സേഫായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ നിരവധി ടൂറിസ്റ്റുകൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് വെസ്റ്റ് ലാൻഡ്. നൈറോബിയുടെ ഹൃദയഭാഗമായ CBDയിലാണ് ഗവൺമെൻറ് ഓഫീസുകളും ബാങ്കുകളും ബിസിനസ് ആസ്ഥാനങ്ങളുമൊക്കെ ഉള്ളത്. ഇത് ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി വെസ്റ്റ് ലാൻഡ് കൂടുതൽ വിശ്രമവും യുവത്വവും ഉയർന്ന നിലവാരവും ഷോപ്പിംഗ്, ഡൈനിങ്, നൈറ്റ് ലൈഫ്, ആധുനിക ജീവിതശൈലി എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. റോഡിലൂടെ ഒരുപാട് സഫാരി വാഹനങ്ങൾ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇത് മസായിമാരയിലേക്ക് ഗെയിം ഡ്രൈവിന് പോകുന്ന വാഹനങ്ങളാണ്. മസായിമാര എന്ന പുൽമേടുകളിലൂടെ വന്യമൃഗങ്ങളെ നേരിട്ട് കണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സഫാരിക്ക് പറയുന്ന പേരാണ് ഗെയിം ഡ്രൈവ്. വഴിയിൽ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ സഫാരി വാഹനത്തിനടുത്തേക്ക് ഡേവിഡ് അങ്ങനെ എന്നെ എത്തിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 9 പേർക്ക് സഞ്ചരിക്കാവുന്ന ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു സഫാരി വെഹിക്കിളായിരുന്നു അത്. വാഹനത്തിന് പുറകിൽ ലഗേജുകൾ വെക്കുന്നതിനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കൂടെ ഉണ്ടായിരുന്നു. സഫാരി വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്ന ജെയിംസ് ലഗേജുകൾ വണ്ടിക്കുള്ളിലേക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ലഗേജും ഞാൻ ജെയിംസിനെ ഏൽപ്പിച്ചു. ഡേവിഡിനോട് യാത്ര പറഞ്ഞ ശേഷം ഞാൻ അങ്ങനെ സഫാരി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വാഹനത്തിൻ്റെ പുറകിലുള്ള സൈഡ് സീറ്റാണ് എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടിരുന്നത്. വാഹനത്തിൽ കയറിയ സമയത്ത് മറ്റു കുറച്ച് പേര് കൂടി വാഹനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഹായ് പറഞ്ഞ് എൻ്റെ പേരും നാടും പറഞ്ഞ് പരിചയപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ കൂടി വണ്ടിയിലേക്ക് കയറി. ഞാൻ ഉൾപ്പെടെ 8 ടൂറിസ്റ്റുകളും ഡ്രൈവറും ആണ് വണ്ടിയിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെയും വഹിച്ചുകൊണ്ട് വാഹനം അവിടെ നിന്ന് നീങ്ങി. നല്ല തണുപ്പായിരുന്നു. കെനിയയിൽ വിൻ്റർ സീസണാണിപ്പോൾ. തണുത്ത പ്രഭാതത്തിൽ കെനിയയിലെ തെരുവുകൾ ഉണർന്നു വരുന്നതേയുള്ളൂ. കെനിയയിലെ വാഹനങ്ങളും വീടുകളുടെ ഘടനയും ഷോപ്പുകളും ആളുകളും എല്ലാം എനിക്ക് കൗതുകമുള്ള കാഴ്ചകളായിരുന്നു. ബഹുവർണ്ണങ്ങളിൽ ചിത്രപ്പണികളോട് കൂടിയ കെനിയയിലെ ബസ്സുകൾ കണ്ടപ്പോൾ ഇത് വെള്ള പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ അപകടം വരുത്തിവെക്കുമെന്ന് അവരോട് പറയണമെന്ന് തോന്നി എനിക്ക്. നമ്മുടെ നാടുകളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉന്തുവണ്ടികൾ ഉൾപ്പെടെ പല കാഴ്ചകളും ഞാൻ കെനിയയിൽ കണ്ടു. തകരം കൊണ്ട് നിർമ്മിച്ച ചെറിയ കടകളും വീടുകളും അവരുടെ ജീവിത രീതിയുമെല്ലാം കണ്ടപ്പോൾ നമ്മളെക്കാൾ ഒരു 30-35 വർഷം പുറകിലാണ് കെനിയൻ ജനത ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് തോന്നി എനിക്ക്. ലേറെ ഗോത്രവിഭാഗങ്ങളാണ് കെനിയയിലുള്ളത്. ഓരോ ഗോത്രത്തിനും അവരുടേതായ ഭാഷ, കൾച്ചർ, വേഷവിധാനം എല്ലാമുണ്ട്. മസായി, കിക്യു, മെരു അങ്ങനെയൊക്കെയാണ് ഓരോ ഗോത്രങ്ങളുടെ പേരുകൾ. പണ്ട് കാലത്ത് കെനിയയിൽ ഈ പറഞ്ഞ ട്രൈബ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് മതങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇവിടെയുള്ള ഗോത്രങ്ങൾ ഈ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും എല്ലാം കൺവേർട്ട് ആകുന്നത്.
എന്നിരുന്നാലും ഏത് മതത്തിലായാലും ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ ട്രൈബ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഞാൻ മസായിയാണ്, ഞാൻ കിക്യു ആണ് എന്നൊക്കെ അവർ അഭിമാനത്തോടെയാണ് പറയുന്നത്. കെനിയയിലെ ഔദ്യോഗിക ഭാഷ സ്വാഹിലി ആണെങ്കിലും ഈ പറഞ്ഞ ഓരോ ഗോത്രത്തിനും അവരുടേതായ പ്രത്യേക ഭാഷകളുണ്ട്. പുറത്ത് നല്ല കോടമഞ്ഞാണ്. ഊട്ടിയിലൂടെയും കൊടൈക്കനാലിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ ടൂറിസ്റ്റുകളുമായി ഒരുപാട് സഫാരി വാഹനങ്ങൾ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കെനിയയിലെ ടൂറിസ്റ്റ് സീസൺ ആരംഭിച്ചിട്ടില്ല. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് അത് തുടങ്ങുന്നത്. ലോകാത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നൊരു സംഭവം കെനിയയിൽ നടക്കുന്നുണ്ട്. ആ സമയത്താണ് കെനിയയിലെ ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുന്നത്. ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് മസായിമാരയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സ്റ്റോറി അടുത്ത വീഡിയോയിൽ നമ്മൾ മസായിമാരയിൽ പോകുന്നതിന് മുൻപായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമാണ്, ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും അതിശയകരവുമായ ഭൂമിശാസ്ത്ര സവിശേഷതകളിലൊന്നാണ് റിഫ്റ്റ് വാലി. ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു വലിയ കിടങ്ങ് അല്ലെങ്കിൽ താഴ്ചയാണ് റിഫ്റ്റ് വാലി. നമ്മൾ പണ്ട് സ്കൂളിൽ ജോഗ്രഫിയിലൊക്കെ പഠിച്ച ടെക്ടോണിക് ചലനങ്ങൾ മൂലമാണ് ഇതുണ്ടാകുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് റിഫ്റ്റ് വാലി കടന്നു പോകുന്നുള്ളത്. എത്യോപ്യ, കെനിയ, ടാൻസാനിയ, ഉഗാണ്ട ഉൾപ്പെടെ 8 രാജ്യങ്ങളിലൂടെയാണ് റിഫ്റ്റ് വാലി കടന്നു പോകുന്നത്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ താഴ്വരയാണ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് ലോകം വിളിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇതൊരു അത്ഭുതം തന്നെയാണ്. ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ പോലും ഈ റിഫ്റ്റ് വാലി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനുള്ളിൽ നാടകീയമായ പ്രകൃതി ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുത്തനെയുള്ള താഴ്വരകൾ, അതുപോലെ അഗ്നിപർവ്വതങ്ങൾ, തടാകങ്ങൾ, വന്യമൃഗങ്ങൾ, പിന്നെ മനുഷ്യരാശിയുടെ കളിത്തൊട്ടിൽ നിന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തു നിന്നാണ് നിരവധി ആദ്യകാല മനുഷ്യരുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ പരിണമിച്ച ഒരു സ്ഥലമായിട്ടാണ് പുരാവസ്തു ഗവേഷകർ ഈ പ്രദേശത്തെ കാണുന്നത്. അതുപോലെ റിഫ്റ്റ് വാലിക്കുള്ളിലാണ് ലേക്ക് നക്കൂരു, നൈവാഷ എന്നൊക്കെ പറയുന്ന തടാകങ്ങളുള്ളത്. നൈറോബിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. റിഫ്റ്റ് വാലിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനും ഒന്ന് റീഫ്രഷ് ആകുന്നതിനുമായിട്ട് വണ്ടി ഉടൻ നിർത്തുമെന്ന് ഡ്രൈവർ ജെയിംസ് ഞങ്ങളെ അറിയിച്ചു. അടുത്ത് കണ്ട വ്യൂ പോയിന്റിൽ ഡ്രൈവർ വണ്ടി നിർത്തി. അവിടെ വാഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ കെനിയൻ കരകൗശല വസ്തുക്കളെല്ലാം ഉള്ള ഒരു ചെറിയ സുവനീർ ഷോപ്പും ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കാതെ കരകൗശല വസ്തുക്കൾ കണ്ടുകൊണ്ട് ആ സുവനീർ ഷോപ്പിലൂടെ ഞാൻ ചുറ്റി നടന്നു. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളാണ് ഞാൻ അതിനകത്ത് കണ്ടത്. പ്രധാനമായും മരം കൊണ്ടുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ. മൃഗങ്ങളുടെ രൂപങ്ങളില്ലാതെ ആഫ്രിക്കയിൽ പിന്നെന്താ കാണേണ്ടത് അല്ലേ? കെനിയൻ ട്രൈബ്സിൻ്റെ പലതരത്തിലുള്ള ശില്പങ്ങളുണ്ടായിരുന്നു. സുവനീർ ഷോപ്പിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് മരം കൊണ്ട് നിർമ്മിച്ച പലതരം മുഖംമൂടികൾ. മൃഗങ്ങളുടെ രൂപത്തിൽ, അതുപോലെ ട്രൈബ്സിൻ്റെ മുഖങ്ങളും അവയിലുണ്ടായിരുന്നു. കെനിയൻ സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം ഇവക്കുണ്ട്. പല ആഫ്രിക്കൻ സമൂഹങ്ങളിലും, പ്രത്യേകിച്ച് മസായി, കിക്യു, ലുഹിയ തുടങ്ങിയ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ മുഖംമൂടികൾ പരമ്പരാഗതമായി ചടങ്ങുകൾ, ആചാരങ്ങൾ, കഥ പറച്ചിൽ, നൃത്തങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ പല ആഫ്രിക്കൻ സംസ്കാരങ്ങൾക്കും മൃഗങ്ങളുടെ ശക്തിയിൽ ശക്തമായ വിശ്വാസമുണ്ട്. ഉദാഹരണത്തിന് സിംഹങ്ങൾ ശക്തിയെ പ്രതീകപ്പെടുത്തുന്നു, ആനകൾ ജ്ഞാനത്തെയും ഓർമ്മയും, അതുപോലെ സീബ്രകൾ സന്തുലിതാവസ്ഥയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. മൃഗങ്ങളുടെ മുഖംമൂടികൾ ഈ ഗുണങ്ങളെ ബഹുമാനിക്കുന്നതിനും പ്രകൃതിയുമായും അതിൻ്റെ ആത്മാക്കളുമായും ബന്ധപ്പെടുന്നതിനുമാണ് കുത്തിയെടുത്തത്. അതുപോലെ ട്രൈബ്സിൻ്റെ മുഖങ്ങൾ പലപ്പോഴും പൂർവിക ആത്മാക്കളെയോ തലവന്മാരെയോ സമൂഹത്തിലെ പ്രധാന വ്യക്തികളെയോ പ്രതിഫലിക്കുന്നു. മഹാഗണി, എബോണി തുടങ്ങിയ തടിയിൽ നിന്ന് പ്രാദേശിക കരകൗശല വിദഗ്ധർ കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് ഈ മാസ്കുകൾ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഫ്രിക്കൻ ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളുടെ മിനിയേച്ചർ. അതെനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ ഇത് വീട്ടിൽ വെക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചു. അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരുപാട് ശില്പങ്ങൾ ഞാൻ അവിടെ വേറെയും കണ്ടു. ഓരോന്നും കെനിയയുടെ സമ്പന്നമായ ഗോത്ര സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നതായി തോന്നി. പരമ്പരാഗത വസ്ത്രം ധരിച്ച മുതിർന്നവർ മുതൽ യോദ്ധാക്കളും പാത്രങ്ങളും ചുമക്കുന്ന സ്ത്രീകളും വരെ. ഈ ശില്പങ്ങൾ പഴയ കെനിയൻ ഗോത്ര സമൂഹങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അവ വെറും അലങ്കാരങ്ങളല്ല,
പാരമ്പര്യവും അർത്ഥങ്ങളും കൊത്തിയെടുത്ത ചരിത്രത്തിൻ്റെ ചെറിയ ഭാഗങ്ങളാണ്. പുറത്തുള്ള മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സുവനീർ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് റിഫ്റ്റ് വാലിയുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരുപാട് സഫാരി വാഹനങ്ങളുണ്ട് അവിടെ. എല്ലാം മസായിമാരയിലേക്ക് പോകുന്ന അവിടെ നിന്ന് തിരിച്ചു വരുന്നതുമായിട്ടുള്ള വാഹനങ്ങളാണ്. ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് സമയം അവിടെ അങ്ങനെ നിന്നു. ഈ ഭംഗി വീഡിയോയിലൂടെ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു. റിഫ്റ്റ് വാലിയെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്താണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്ന ഒരു ഫീലായിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. 1-2 വർഷമല്ല, 6 മില്യൺ വർഷങ്ങളുടെ കഥയാണ് റിഫ്റ്റ് വാലിക്ക് നമ്മളോട് പറയാനുള്ളത്. 6 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒറോറിൻ ടുഗനൻസിൻസ് എന്ന പുരാതന മനുഷ്യൻ്റെ ഫോസിൽ കണ്ടെത്തിയത് കെനിയയിലെ ഈ റിഫ്റ്റ് വാലിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരാശിയുടെ കളിത്തട്ടിൽ എന്ന് ഈ പ്രദേശത്തെ വിളിക്കുന്നത്. ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ദ ഗ്രേറ്റ് മസായിമാരയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ സിംഹം ഉൾപ്പെടെയുള്ള വന്യജീവികളെ അവരുടെ വീട്ടിൽ പോയി കാണുക, നമ്മൾ ഈ കൂട്ടിലും. ആ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.